റിലേഷൻഷിപ്പാണ്. അച്ഛന് വേണ്ടി നിൽക്കുന്നൊരു മകന് കംപ്ലീറ്റ് സപ്പോർട്ടായി നിൽക്കുന്നൊരു അച്ഛൻ്റെയും ഭയങ്കര രസകരമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ഇതിനകത്തുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഉണ്ണിച്ചേട്ടൻ അത് എഴുതിയിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഓരോ റിലേഷൻഷിപ്സും ഭയങ്കര രസകരമായിട്ട് ഫീൽ ചെയ്തിരുന്നു. ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഡ്രോപ്പിൽ സിനിമ ചെയ്തിട്ട് ഒരുപാട് നാളായെങ്കിലും ഇതൊരു ഫാമിലിയുടെ ഉള്ളിൽ നടക്കുന്ന ഒരു സ്റ്റോറിയാണ്. ഇത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഗോപാലൻ സാർ, ഒരുപാട് സന്തോഷം. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഒരു സിനിമ നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇതിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. ലാലേട്ട, താങ്ക് യു എന്ന് വന്നതിലും ട്രെയിലർ ലോഞ്ച് ചെയ്തതിലും എല്ലാം ഒരുപാട് നന്ദി. കൂടെ ഒരുപാട് പേര് അഭിനയിച്ചിട്ടുണ്ട്, ഒരുപാട് ടെക്നീഷ്യൻസ് ഉണ്ട്. എല്ലാവരെയും ഈ സമയം ഓർക്കുകയാണ്. സിനിമ ചെയ്ത സമയത്ത് ഞാൻ ഓരോ സീൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുമായിരുന്നു. ക്വാളിറ്റിയിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെയാണ് ഉണ്ണിച്ചേട്ടൻ ഈ പടം ചെയ്തിരിക്കുന്നത്. ടെക്നിക്കൽ ക്വാളിറ്റി ആണെങ്കിലും ഓരോ സീനിന്റെ പെർഫോമൻസ് എടുക്കുന്ന കാര്യത്തിലാണെങ്കിലും സമയമെടുത്ത് ഓരോ സീനും നന്നാവണമെന്ന് ആഗ്രഹിച്ച്, അതായത് ശരിക്കും ഉള്ളിൽ നിന്ന് ആഗ്രഹിച്ച് ആണ് ഓരോ സീനും നമ്മൾ ഷൂട്ട് ചെയ്ത് പോയിട്ടുള്ളൂ. സമയം എടുത്തിട്ടുണ്ടെങ്കിലും അതിനെടുത്തിട്ടുള്ള എഫേർട്ട് വളരെ വലുതാണ് ഉണ്ണിച്ചേട്ടന്. ഈ ടെക്നിക്കൽ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ AD സൈഡിൽ നിന്നിട്ടുള്ള എല്ലാവരും വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പോൾ നേരത്തെ ഷറഫ് പറഞ്ഞ കുറേ നാൾക്ക് ശേഷമാണ് ഒരുമിച്ച് പടം ചെയ്യുന്നത്. കൂട്ടുകാരാണ്, ഒരുമിച്ച് സിനിമയിൽ വന്നവരാണ്. ഒരു നായകനും വില്ലനോ ആയിട്ട് ചെയ്യുന്ന സമയങ്ങളൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ എങ്ങനെയോ ഞങ്ങൾ ഒപ്പിച്ചിട്ടുണ്ട് പടത്തിൽ. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഒരു സോൾഫുൾ ആയിട്ടുള്ള ഒരു കഥ അല്ലെങ്കിൽ റൈറ്റിംഗ് ഇതിൻ്റെ പിന്നിലുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് മനോഹരമായിട്ട് സ്ക്രീനിൽ കൊണ്ടുവരാൻ എല്ലാവരും ശ്രമിച്ചിട്ടുണ്ട്. ഉണ്ണിച്ചേട്ടൻ്റെ നേതൃത്വത്തിൽ കംപ്ലീറ്റ് ടെക്നിക്കൽ ടീമും ആക്ടേഴ്സും എല്ലാവരും ഒരുമിച്ച് നിന്നിട്ടുള്ള ഒരു എഫേർട്ടാണ്. പ്രേക്ഷകർക്ക് ഇത് കണക്ട് ആവുമെന്നും ഇഷ്ടപ്പെടുമെന്നാണ്